ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പരിശുദ്ധാത്മാവ് ചൂട് തരുന്നവനാണ്, തണുപ്പകറ്റുന്നവനാണ്, തളർച്ച മാറ്റുന്നവനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുമ്പോൾ ആത്മാവിൻ്റെ വിവശത ലഭിക്കും എന്ന് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ആത്മാവിൻ്റെ വിവശത, ആത്മാവിൻ്റെ വൈവശ്യം എന്ന് പറഞ്ഞാൽ എന്താണത്? ആത്മനിറവ് തന്നെ, ആത്മാവിൻ്റെ നിറവ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നാം എല്ലാ ദുഃഖങ്ങളും മറക്കും, എല്ലാ ആകുലങ്ങളും മറക്കും, എല്ലാ ദുരിതങ്ങളും മറക്കും. നമ്മുടെ ക്ഷീണമെല്ലാം മാറും. ദൈവത്തിന് സ്തോത്രം. വചനം ഇറങ്ങുമ്പോൾ, തീയായി വചനം ഇറങ്ങി വരുമ്പോൾ, തീയായി വചനം ഹൃദയത്തിൽ നിറയുമ്പോൾ, അപ്പോൾ ശരീരത്തിൻ്റെ ക്ഷീണമെല്ലാം മാറും. അതിൻ്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ ഈ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, എന്നും യോഗ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന്. എന്നും യോഗ ഉണ്ടെങ്കിൽ അങ്ങനെ എന്നും ഈ തീയുടെ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, ക്ഷീണം ഇല്ലാതിരിക്കും. യോഗം ഇല്ലാത്തപ്പോഴാണ് സാധാരണ ക്ഷീണം വരുന്നത്. ഇന്നിപ്പോൾ യോഗം ഉണ്ട്, ഇന്ന് അല്പം കഴിയുമ്പോൾ ക്ഷീണം മാറും, എനിക്കറിയാം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാലയുടെ പ്രവാഹം അത് ലഭിക്കുന്നത് ഒരു വലിയ ആനന്ദകരമായ അനുഭൂതിയാണ്, ആനന്ദകരമായ അനുഭവമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മാത്രമാണ്, കർത്താവേ ഇന്ന് പരിശുദ്ധാത്മാവ് വരണമേ, പരിശുദ്ധാത്മാവ് വരണമേ. ഈ പരിമല തിരുവേനിയെക്കുറിച്ച് ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. പരിമല തിരുവേനി കുന്നക്കുരുട്ടി പള്ളിയിൽ അവിടെ അഞ്ചുമേൽ കുർബാനയ്ക്കായിട്ട് വന്നു. ഏറ്റവും മുഖ്യ ത്രോണോസിൽ തിരുവേനിയാണ് കുർബാന ചൊല്ലാൻ തുടങ്ങുന്നത്. അനേകം പട്ടക്കാരുണ്ട്, മധുബ നിറയെ പട്ടക്കാരുണ്ട്. താഴെയും ശമാശമാരും മറ്റും ധാരാളം പേരുണ്ട്. ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. തിരുവേനി വിശുദ്ധ കുർബാന ആരംഭിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ തൂയോബ് അണച്ചു തുടങ്ങാൻ നേരത്ത് തിരുവേനി മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ഉടനെ എല്ലാവർക്കും എന്താണോ കാര്യം മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ പമ്പാക്കട മൽപ്പാനച്ചൻ, പഴയ മൽപ്പാനച്ചൻ മാത്തൻ കോർ എപ്പിസ്കോപ്പ, അദ്ദേഹം ഒരു സുറിയാനി പണ്ഡിതനാണ്. അദ്ദേഹം തിരുവേനിയുടെ അരികത്ത് ചെന്ന്, ജനങ്ങൾ കാത്തു നിൽക്കുന്നല്ലോ, കുർബാന ആരംഭിക്കാൻ എന്താ താമസം? തിരുവേനി നിറകണ്ണുകളോട് പറഞ്ഞു, ഞാൻ ഒരുക്കുമ്പോൾ പക്ഷേ ആത്മാവ് വരുന്നില്ല. പരിശുദ്ധാത്മാവ് വരാതെ ഞാൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ഇറങ്ങാതെ ഞാൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് വരണം, എങ്കിലേ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം ഉണ്ടായെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാന അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. പരിശുദ്ധാത്മാവ് വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സഭാചരിത്രത്തിൽ വേറൊരു സംഭവം ഉണ്ടായി. ഇതെല്ലാം സഭാചരിത്രത്തിലെ ഐതിഹ്യങ്ങളാണ്. അന്ന് ഈ മൂറോൻ തൈലം അത് വാഴ്ത്തുന്ന സമയം, മൂറോൻ തൈലം എല്ലാ പള്ളികൾക്കും അയച്ചു കൊടുക്കാറുള്ള മൂറോൻ തൈലം വാഴ്ത്തുന്ന സമയം എല്ലാ തിരുമേനിമാരുണ്ട്, പട്ടക്കാരും ധാരാളം പേരുണ്ട്. പക്ഷേ തൈലം വാഴ്ത്തുന്നതിനുള്ള ആ സദസ്സിൽ തിരുമേനിമാർ മാത്രമേ ഉള്ളൂ. ആളുകളെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട്. വലിയൊരു ശുശ്രൂഷയാണ് നടക്കാൻ പോകുന്നത്. അന്ന് സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മുകളിൽ തീ ഇറങ്ങി വേണം ഈ തൈലം തിളയ്ക്കാൻ, അല്ലാതെ തീ താഴെ നിന്ന് കൊടുക്കുകയല്ല. തൈലം തിളയ്ക്കണം, എണ്ണ തിളയ്ക്കണം. അത് പ്രാർത്ഥിച്ച് വരുമ്പോൾ തീ ഇറങ്ങും, തീ ഇറങ്ങി എണ്ണ തിളയ്ക്കും. അന്ന് വളരെ നേരം പ്രാർത്ഥിച്ചിട്ടും തീ ഇറങ്ങുന്നില്ല, എണ്ണ തിളയ്ക്കുന്നില്ല. എല്ലാവർക്കും അമ്പരപ്പായി. അപ്പോൾ തിരുമേനിമാരിൽ ഒരാൾ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നതിൽ ഒരാൾ ഇവിടെ നിന്ന് മാറിയാൽ മാത്രമേ ഇവിടെ തീ ഇറങ്ങുകയുള്ളൂ എന്ന്. ഒരാൾ മാറിയിരിക്കണം. എല്ലാവരും പരസ്പരം മുഖത്തോട് നോക്കി, ആരാണ് നോക്കി. ആർക്കും മനസ്സിലായില്ല. അപ്പോൾ മുഖ്യമായി ആ ശുശ്രൂഷ നിർത്തിക്കുന്ന തിരുമേനി, ഇന്നയാൾ ഇവിടെ നിന്ന് കുറച്ച് നേരം മാറിയിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു മെത്രാച്ചനെ മാറ്റി ഇരുത്തിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ തീ ഇറങ്ങി, എണ്ണ തിളച്ചു. മുറോൻ തൈലം. ഇതെല്ലാം സഭാചരിത്രത്തിലെ അത്ഭുതങ്ങളാണ്, അത്ഭുതങ്ങൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ
ആത്മാവിൽ തീ കത്തുകയുള്ളൂ. ഞാൻ എത്ര നേരം പ്രസംഗിച്ചാലും നിങ്ങൾക്ക് പ്രയോജനം കിട്ടുകയില്ല. ഞാൻ കുറേ കാര്യങ്ങൾ പറയും, പക്ഷേ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുണ്ട്, ക്രിസ്തുവുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കൂ, പരിശുദ്ധാത്മാവ് വന്ന് ഇന്നത്തെ ശുശ്രൂഷയെ അനുഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഞാനും പ്രാർത്ഥിക്കുന്നു, കർത്താവേ, സ്വർഗത്തിലെ തീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങണമേ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങണമേ, നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുതമായ സ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങൾ കത്തണമേ, സ്നേഹത്തിൻ്റെ അഗ്നി കത്തുക. ആ അനുഭവം ഇന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ ഈ അഗ്നി കത്തിക്കൊണ്ടിരുന്നാൽ വഴക്കില്ല, പിണക്കമില്ല, അവിടെ അഭിപ്രായ വ്യത്യാസമില്ല, അവിടെ പരാതിയില്ല, പരിഭവമില്ല, ഭിന്നതയില്ല, പിണക്കമില്ല, എല്ലാം ശാന്തം, സ്വസ്ഥത. നമ്മുടെ വീടുകൾ അതുപോലെ അനുഗ്രഹത്തിൻ്റെ നികേതനങ്ങളായി മാറണം. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ സൺഡേ സ്കൂളുകൾ എല്ലാം അനുഗ്രഹം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. ഇപ്പോൾ നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഇന്ന് പരിശുദ്ധാത്മാവ് വന്ന് ഞങ്ങളിലുള്ള പാപങ്ങളെല്ലാം കത്തിച്ച് കളയണമേ, ഇനിയുള്ള പാപങ്ങളെ കത്തിച്ച് കളയണമേ, എന്നുള്ള ദുസ്വഭാവങ്ങളെ കത്തിച്ച് കളയണമേ, എൻ്റെ അലസതകളെ കത്തിച്ച് കളയണമേ, എൻ്റെ മടിയും ഉദാസീനതയും കത്തിച്ച് കളയണമേ, എൻ്റെ ജീവിതത്തിലൊന്നും പോയി പാപങ്ങളെല്ലാം കത്തിച്ച് കളയണമേ. പാപങ്ങൾ, ഒട്ടേറെ പാപങ്ങൾ വന്നു പോയി കർത്താവേ, പലതരത്തിലുള്ള പാപങ്ങൾ. ചിന്തയിൽ പാപങ്ങൾ വന്നു, വാക്കിൽ പാപങ്ങൾ വന്നു, പ്രവൃത്തിയിൽ പാപങ്ങൾ വന്നു. എല്ലാം കത്തിച്ച് കളയണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ തിരുവചനം കേൾക്കൂ. സ്തോത്രം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ വചനത്തിന് വേണ്ടി അടിയങ്ങൾ ദാഹത്തോടെ കാത്തിരിക്കുന്ന കർത്താവേ, മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സിനായി മലമേലിറങ്ങിയ മഹോന്നതൻ ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് തിരുവചനം തരണമേ. ജീവൻ്റെ മന്ന ഭക്ഷിച്ച് തൃപ്തരാകുവാനുള്ളതായ ഭാഗ്യം നൽകണമേ. മനസ്സ് നീറി പുകഞ്ഞിരിക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവേ, സമാധാനമില്ലാതെ അഴലുന്നവരുണ്ടല്ലോ കർത്താവേ, ദുഃഖിച്ചും വലഞ്ഞും വിഷമിച്ചും രോഗത്തിൽ ആർത്തരായും വലയുന്നവരുണ്ടല്ലോ കർത്താവേ. എല്ലാവരെയും അവിടെ സന്ദർശിക്കണമേ. അത്ഭുതകരമായ ശക്തി, വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേലെ ഇറങ്ങണമേ. തീജ്വാലിൽ ആളിപ്പടരുന്ന വചനത്തിൻ്റെ ശക്തി ഞങ്ങളല്ലാതാക്കി മാറ്റണമേ. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പാടാം. ദൈവത്തിൻ്റെ സ്നേഹം മൂലം രക്ഷപ്പെട്ട പാവി ഞാൻ, ദൈവത്തിൻ്റെ സ്നേഹം മൂലം രക്ഷപ്പെട്ട പാപി ഞാൻ, എന്നെ പോലെ ആരുമില്ല, കൃപയോടെ പൈതൽ ഞാൻ, എന്നെ പോലെ ആരുമില്ല, കൃപയോടെ പൈതൽ ഞാൻ. പാവത്തിൽ ജാതനായവൻ ശുദ്ധീകരണത്രേ ഞാൻ, പാപത്തിൽ ജാതനായവൻ ശുദ്ധീകരണത്രേ ഞാൻ. യേശു എന്നെ സ്നേഹിക്കയാൽ കൃപയോടെ പൈതൽ ഞാൻ. യേശു എന്നെ സ്നേഹിക്കയാൽ കൃപയോടെ പൈതൽ ഞാൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. 29 സങ്കീർത്തനത്തിൻ്റെ 19 വാക്യം മുതൽ. എനിക്കുള്ള നിന്ദയും ലജ്ജയും അപമാനവും നീ അറിയുന്നു. എനിക്കുള്ള നിന്ദയും ലജ്ജയും അപമാനവും നീ അറിയുന്നു. എന്റെ വൈരികൾ എല്ലാവരും നിന്റെ ദൃഷ്ടിയിലിരിക്കുന്നു. എൻ്റെ വൈരികളെല്ലാവരും നിന്റെ ദൃഷ്ടിയിലിരിക്കുന്നു.
നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ആർക്കും തോന്നിയില്ല. എന്നോട് ആർക്കും സഹതാപം തോന്നിയില്ല. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി. എനിക്ക് ആശ്വാസം തരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആശ്വസിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കി. ആരെയും കണ്ടില്ല താനും. ആരെയും കണ്ടില്ല താനും. ദൈവത്തിന് സ്തോത്രം. ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? കർത്താവിൻ്റെ കാര്യമാണ് പറയുന്നത്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുൻപ് ദാവീദ് രാജാവ് ദീർഘസ്നമായി കണ്ടു യേശു കുരിശിന്മേൽ കിടന്ന് ഏകനായി കരയുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് കരയുന്നത് പ്രവാചകൻ കണ്ടു. ദീർഘസ്യായ ദാവീദ് കണ്ടു. അതാണ് ദാവീദോട് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഏകനായി, ആരോരുമില്ലാതെ, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ലാതെ കുരിശിന്മേൽ കിടന്നു. രണ്ട് ഭാഗത്ത് ഓരോ കള്ളന്മാരുണ്ട്. അവരും കർത്താവിനെ പഴിക്കുന്നു, ദൂഷിക്കുന്നു. രണ്ടുപേരും ദൂഷിക്കുന്നു. താഴെ നിന്ന് മഹാപുരോഹിതന്മാരും കയ്യാഫാവും ഹന്നാവും തുടങ്ങിയുള്ള മഹാപുരോഹിതന്മാരും മറ്റ് യഹൂദ മേധാവികളും പ്രമാണികളും എല്ലാം യേശുവിനെ ദൂഷിക്കുന്നു, കളിയാക്കുന്നു. താഴെ നിന്ന് ചിലർ പറയുന്നു, നീ ദൈവത്തിനെങ്കിൽ ഇറങ്ങി വായെന്ന് പറയുന്നു. ദൈവത്തിനെങ്കിൽ ഇറങ്ങി വായെന്ന് പറയുന്നു. ഒരു ഭാഗത്തെ കള്ളൻ പറയുന്നു, നീ ദൈവത്തിനെങ്കിൽ നീ നിന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയുന്നു. ആക്ഷേപം തന്നെയാണ് എല്ലായിടത്തുനിന്നും. രണ്ട് ഭാഗത്തെ കള്ളന്മാരും ദുഷിച്ച് പറഞ്ഞു എന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദുഷിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതിൽ ഒരു കള്ളൻ അവൻ പെട്ടെന്ന് മനം തിരിഞ്ഞു. കാരണം യേശു പറഞ്ഞ ആദ്യത്തെ വചനം അവൻ കേട്ടു. പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നതായി എന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ വചനം അവൻ കേട്ടു. അത് ഒരിക്കലും കേൾക്കാത്തൊരു വചനമാണ്. തൻ്റെ മുഖത്തേക്ക് തുപ്പുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കന്നത്തടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുൾമുടി ശിരസിൽ വെച്ച് അടിച്ച് മുൾമുടി, കാരിരുമ്പാടി പോലത്തെ മുൾമുടി തലയിൽ തറച്ച് കയറ്റുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കവിളുന്ന് രോമങ്ങൾ പിഴുതെടുത്ത് രോമങ്ങളിൽ രക്തം തുളിക്കുന്നു. അങ്ങനെ തന്നെ ഉദരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൈകളും കാലുകളും ആണിയടിച്ച് തകർത്ത് അങ്ങനെ ഉണങ്ങി മരത്തോടെ ചേർത്ത് തറച്ചിരിക്കുന്ന തൻ്റെ എതിരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്നെ ഇപ്പോഴും പരിഹസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ ആ പ്രാർത്ഥന. ആ ഒരു കള്ളൻ, ഒരുപക്ഷെ വലതുഭാഗത്തെ കള്ളനായിരിക്കാം. വലതുഭാഗത്തെ കള്ളൻ അവൻ കേട്ടു. അതുവരെയും ദുഷിച്ചുകൊണ്ടിരുന്നെങ്കിലും പെട്ടെന്ന് അവൻ്റെ വിധം മാറി, അവൻ്റെ മനോഭാവം മാറി. അവനപ്പോൾ സൂക്ഷിച്ച് നോക്കി യേശുവിനെ. ഇതുവരെയും അവൻ യേശുവിനെ സൂക്ഷിച്ച് നോക്കിയിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ സൂക്ഷിച്ച് നോക്കുമോ? വേദനയേറ്റ് പിടയുന്ന യേശുവിനെ നോക്കി കാണുമോ? ആരോരുമില്ലാതെ, സഹോദരിക്കാൻ ആരുമില്ലാതെ, നല്ല വാക്ക് പറയാൻ ആരുമില്ലാതെ കുരിശിൽ കിടക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് നോക്കാമോ? കന്യമാതാവ് താഴെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സിയമുത്രിമാർ കരയുന്നുണ്ട്. യെരൂശലേം മുത്രിമാർ ഏങ്ങലടിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ ഇരുന്ന് കരയുന്നുണ്ട്. എല്ലാവരും ഇട്ട് ഓടിപ്പോയി. പ്രിയ ശിഷ്യന്മാർ 11 പേര് ഓടിപ്പോയി. യൂദാസ്കറിയോത്ത നേരത്തെ തന്നെ ഊറ്റിക്കൊടുക്കാനായിട്ട് പോയി. ബാക്കി 10 പേര് ഓടിപ്പോയി. യോഹന്നാൻ ശ്ലീഹ മാത്രമുണ്ട്. ആരും ഒരു തുണയില്ലാതെ മാതാവും യോഹന്നാൻ ശ്ലീഹയും നിൽക്കുന്നു. കർത്താവ് കാണുന്നു. കർത്താവ് നോക്കി, മുകളിലേക്ക് നോക്കി, പിതാവായ ദൈവത്തെ കാണുന്നില്ല. വശങ്ങളിലേക്ക് നോക്കി, കൂട്ടുകാരെ കാണുന്നില്ല, ശിഷ്യന്മാരെ കാണുന്നില്ല. കർത്താവ് നോക്കി, സഹായിപ്പാൻ ആരുമില്ല. അതാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല താനും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു. എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എത്ര ദയനീയമായൊരു കിടപ്പ്. എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞപ്പോൾ വിചാരിച്ചു വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമാണെന്ന്. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു. പിതാക്കന്മാർ പാടി ദുഃഖോളി ആഴ്ച നാം പാടുന്നുണ്ട്. സമുദ്രങ്ങളുടെയും ജലാശയങ്ങളുടെയും ഉടയവൻ, എല്ലാം സൃഷ്ടിച്ചവൻ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട് ആഴികളും ആഴങ്ങളും ഞെട്ടിപ്പോയി എന്ന്. ആ സമയം ദയനീയം വിട്ടുമിശിഹാപുരി യെരൂശലേം, രോഗങ്ങളെ അങ്ങാറ്റിയതിൻ പകരം തന്നെ ക്രൂശി ചീടാൻ കൊണ്ടിഹ പോയി ദുഷ്ടന്മാർ. ആ സമയം ദയനീയം നുകരൻ മിശിഹ ജലമർത്തിച്ച ശബ്ദസമൂഹം കടുവീഞ്ഞും കാടിയുമേകി തന്നാദത്താൽ ആഴിയും ആഴവും അഞ്ചി. തൻ്റെ നാദത്താൽ തൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് സമുദ്രങ്ങൾ സംഭ്രമിച്ചു പോയി. ആഴികൾ അഞ്ചിപ്പോയി, പരിഭ്രമിച്ചു പോയി. ആരാണ് ദാഹിക്കുന്നു പറയുന്നത്? എല്ലാറ്റിൻ്റെയും ഉടയവനും നിർമ്മാതാവുമായ സൃഷ്ടാവായ ദൈവം പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു കുരിശിന്മേൽ കിടന്ന് ദാഹിച്ചു. അതുവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ശിഷ്യൻ
ഇപ്പോൾ അവന് അത്ഭുതം തോന്നി. അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി ആ മുഖം ശാന്തമാണ്. വൈരാഗ്യമില്ല, കോപമില്ല, പരിഭവമില്ല, പിണക്കമില്ല. നോക്കൂ, അവൻ ശ്രദ്ധയോടെ നോക്കി. അവന് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യനല്ല കിടക്കുന്നത്. ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു ഞാനും എൻ്റെ കൂട്ടുകാരനായ കള്ളനും. ഞങ്ങൾ കവർച്ചക്കാരാണ്, ഞങ്ങൾ കൊലപാതകികളാണ്. എന്നാൽ ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലായി. അവൻ പറയുകയാണ്, ഇവൻ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല. അവൻ അടുത്ത ഭാഗത്തെ കള്ളനോട് പറഞ്ഞു, അയ്യോ, നാം സമശിക്ഷാവിധിയായിട്ടും നീ ഇപ്പോഴും ദൈവത്തെ അറിയുന്നില്ലയോ? ദൈവത്തെ ദുഷിക്കുന്നുവോ? നീ ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. കാരണം ഇതാ നാം ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുകയാണ്. ഇവനും അരുതാത്ത ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ആ മുഖത്ത് നോക്കിയപ്പോൾ, ആ പ്രാർത്ഥന കേട്ടപ്പോൾ അവന് മനസ്സിലായി, എല്ലാം മനസ്സിലായി. യേശു അരുതാത്തൊന്നും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായി. അവൻ യേശുവിനെക്കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞു, കിട്ടിയ സമയം കൊണ്ട് സാക്ഷ്യം പറഞ്ഞു. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തുകൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവന് നേരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. നോക്കൂ, ഭാഗ്യം. ആ സമയം വരെയും കള്ളനും കൊള്ളക്കാരനും കവർച്ചക്കാരനുമായിരുന്ന ദുഷ്ടനായ മനുഷ്യൻ ഇപ്പോൾ മാനസാന്തരപ്പെട്ടു. അവന് മാനസാന്തര അനുഭവം ഉണ്ടായി. അവന് പറുദീസയുടെ അനുഭവം കിട്ടി, പറുദീസയിലേക്കുള്ള പ്രവേശനം കിട്ടി. ദൈവത്തിന് സ്തോത്രം. വല്ലവന് സഹതാപം നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. ഇന്ന് പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞല്ലോ, 20 നൂറ്റാണ്ടുകൾ പിന്നിട്ടല്ലോ. 21 നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് നാം കാണുന്നത് എന്താണ്? കർത്താവ് കുരിശുമേൽ കിടന്ന് ആരെങ്കിലും എന്നെ സഹതാപത്തോടെ നോക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. എന്നോട് സഹതാപമുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ വേദനയിൽ പങ്കുചേരാൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഞാനിതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സഹിച്ചു. കർത്താവ് ഇരുകയും വിടർത്തിയിരിക്കുന്നു. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ സഹിച്ചു. പ്രിയപ്പെട്ടവരെ, പലർക്കും ഇത് മനസ്സിലാകുന്നില്ല. യേശു 2000 വർഷം മുൻപ് കുരിശിൽ തൂങ്ങിയത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല. അത് അനുഭവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അനുഭവിക്കണം. കർത്താവിന് സ്തോത്രം. ഞാൻ സത്യം നിങ്ങളോട് പറയട്ടെ, വളരെ വ്യക്തമായി പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതൊരു അനുഭവമായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരുവചനം കേട്ടപ്പോൾ എനിക്ക് ഒന്നും പിന്നെ പിടികിട്ടാത്തതായിട്ടില്ല. എല്ലാം മനസ്സിലായി. എൻ്റെ ജീവിതം ഞാൻ യേശുവിനെ ക്രൂശിച്ച ജീവിതമാണെന്ന് മനസ്സിലായി. പ്രകടമായ പാവപ്രവൃത്തിയൊന്നും പോയിട്ടില്ല. ഭാഗ്യവശാൽ അരുതാത്ത ഒന്നും ചെയ്തില്ല. ചീത്ത ശീലങ്ങളുണ്ടായിരുന്നില്ല, ചീത്ത കൂട്ടുകെട്ടുണ്ടായിരുന്നില്ല, അരുതാത്ത പടങ്ങളുണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അരുതാത്ത അഴുക്കായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മനസ്സിൽ ചിലരോട് നീരസം ഉണ്ടായിരുന്നു, മനസ്സിൽ ചിലരോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു, ചിലരോട് പരിഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഞാനതിന് പ്രതികാരമൊന്നും ചെയ്തുമില്ല, അവരോട് പറഞ്ഞുമില്ല. മനസ്സിലായിരുന്നതെല്ലാം ദൈവത്തിന് വചനം കേട്ടപ്പോൾ മനസ്സിലായി, ഞാൻ യേശുവിനെ ക്രൂശിക്കുകയായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് പിണക്കം വെച്ചുകൊണ്ടിരുന്നപ്പോൾ, എന്നെ ആരും കരുതിയില്ല എന്നുള്ള ഒരു ഭിന്നത എൻ്റെ മനസ്സിലുണ്ടായിരുന്നപ്പോൾ, എൻ്റെ വേദനയിൽ പങ്കാളികളാകാൻ ആരും ഇല്ലല്ലോ എന്നുള്ളതായ ഒരു സങ്കടം വന്നപ്പോൾ, അപ്പോൾ മറ്റുള്ളവരെ ഞാൻ വിധിക്കുകയായിരുന്നു. ഞാൻ വിധിച്ചതുകൊണ്ട്, അങ്ങനെ മറ്റുള്ളവരെ കുറ്റം വിചാരിച്ചതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തുകയായിരുന്നു. എനിക്ക് മനസ്സിലായി. അത് എനിക്ക് തന്നെ സ്വയം മനസ്സിലാകുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകും, വേണമെങ്കിൽ മനസ്സിലാകും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ നാളുവരെയുള്ള ജീവിതത്തിൽ ഒന്ന് പോയ എല്ലാ പാവവും യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചൊന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക, വേറൊന്നും വേണ്ട. എല്ലാ പാവവും മദ്യപാനത്തിൻ്റെ ദോഷം കൊണ്ടായിരിക്കാം. എല്ലാം കുടിച്ച് മുടിച്ച് കളഞ്ഞിരിക്കും. ഒരാളിനോട് പറഞ്ഞു, സാറേ, ഒരൊറ്റ വർഷം കൊണ്ട് 4 ലക്ഷം രൂപയുടെ മദ്യമാണ് കുടിച്ച് കളഞ്ഞത്. 4 ലക്ഷം രൂപയുടെ മദ്യം ഒരൊറ്റ വർഷം കൊണ്ട് കുടിച്ച് കളഞ്ഞു വന്ന്. ഓ, ദൈവത്തിന് സ്തോത്രം. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, സാറേ, ഞങ്ങൾക്ക് അപ്പുറ കുട്ടനാട്ടിൽ ഒരുപടി സ്ഥലമുണ്ടായിരുന്നു, അതിൽ ധാരാളം തെങ്ങുംപറമ്പുണ്ടായിരുന്നു, എല്ലാം വിറ്റു. എല്ലാം വിറ്റ് എല്ലാം മുടിച്ചു. ഇനി ഞങ്ങളുടെ വീടിരിക്കുന്ന ഭാഗം മാത്രമേ വിൽക്കാനുള്ളൂ. ആ സ്ത്രീ പറയും, സാറേ, എന്നും അദ്ദേഹം കുടിക്കാൻ പോവും. ഞാൻ കരഞ്ഞു പറയും, അദ്ദേഹം എന്നെ തല്ലും, ഉപദ്രവിക്കും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ പറയും, ഞാൻ നിന്നെ തല്ലിയല്ലേ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് സുബോധം ഉണ്ടായിരുന്നില്ല, ഇനി ഞാൻ മദ്യം കുടിക്കില്ലെന്ന് പറയും. പക്ഷെ പിന്നെ ഈ മദ്യം കുടിക്കാൻ പോകും. സാറേ, ഞങ്ങളുടെ കുടുംബം നശിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര സംഭവങ്ങൾ പറയാനുണ്ട്, എത്രയെത്ര സംഭവങ്ങൾ. സ്നേഹിത, നീ മനസ്സിലാക്കുമോ? നിൻ്റെ ഓരോ പ്രവൃത്തിയും മൂലം യേശുവിനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. മോളെ, നിൻ്റെ വഴക്കടിക്കുന്ന പ്രകൃതം മൂലം, നിൻ്റെ അശുദ്ധ ജീവിതം മൂലം, കൊള്ളരുതാത്ത ബന്ധങ്ങൾ മൂലം, പുറമെ പറയാൻ അറയ്ക്കുന്നതായ ബന്ധങ്ങൾ മൂലം, മകളെ, നീ യേശുവിനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. നിനക്കറിയാമോ? അത് നീ അറിയുന്നില്ല. അക്കരെ ചെല്ലുമ്പോൾ അറിയും. ഇവിടെ നിന്ന് മരണം വഴിയായ കടന്ന് ചെല്ലുമ്പോൾ അന്നറിയും. അന്ന് പുസ്തകങ്ങൾ വിടർത്തും, നിൻ്റെ പേരിലുള്ള പുസ്തകം തുറക്കും, എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച് കേൾപ്പിക്കും, ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. ആ ബാലവൃത്തം സകല മാനവര്യങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് വേദനയെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടും. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തെ വിട്ട് ഇന്ന് മാനസാന്തരപ്പെട്ടാൽ ഭാഗ്യം.
എൻ്റെ യേശു എൻ്റെ പാപം വഹിച്ചു എന്ന് വിശ്വസിച്ച് ഇനിമേൽ ഞാനൊരു വിശുദ്ധനായി ജീവിക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തരും. കർത്താവിന് സ്തോത്രം. എത്ര മനോഹരമാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ സമാധാനത്തോടെ ഇന്ന് ജീവിക്കുകയാണ്, സന്തോഷത്തോടെ ജീവിക്കുകയാണ്. സമാധാനം കർത്താവ് തന്നു. സമാധാനം. കർത്താവിന് സ്തോത്രം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനം, ഉറക്കം തെളിയുമ്പോൾ സമാധാനം, ഇത് പകലത്തെ ജീവിതത്തിൽ സമാധാനം. ഒരിടത്തും ഒരു പ്രയാസം വരുന്നില്ല. എല്ലാം സമാധാനമായി പോകുന്നു. എന്തുകൊണ്ട്? എൻ്റെ യേശു എന്നെ സ്നേഹിച്ചു. ആ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എനിക്ക് യേശുവിനോട് നന്ദിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ ഞാനാക്കി യേശുവിനോട് എനിക്ക് നന്ദിയുണ്ട്. വിലകെട്ടവനായ എന്നെ വിലയേറിയനും മാന്യമായി കരുതിയ യേശുവിനോട് എനിക്ക് നന്ദിയുണ്ട്. അഡ്രസ്സ് ഇല്ലാത്ത എനിക്ക് അഡ്രസ്സ് തന്ന യേശുവിനോട് എനിക്ക് നന്ദിയുണ്ട്. കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും, ഞങ്ങളുടെ കുടുംബമായിരുന്നു ഏറ്റവും തോറ്റ കുടുംബം, ഏറ്റവും ചെറുതായി പോയ കുടുംബം. ഒരു കാലത്ത് അപ്പനുണ്ടായിരുന്നപ്പോൾ നല്ല നിലവാരം ഉണ്ടായിരുന്നു. അപ്പന് കൃഷി മാത്രമല്ല ബിസിനസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല നിലവാരം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പം മരിച്ചപ്പോൾ എല്ലാം തകർന്നു. കിട്ടാനുള്ള രൂപയൊന്നും ആരും തന്നില്ല. പക്ഷേ കൊടുക്കാനുള്ളതെല്ലാം എല്ലാവരും ആവശ്യപ്പെട്ടു. അതിന് ഭൂമി കുറയെല്ലാം വിറ്റ് കടങ്ങൾ തീർത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, അന്ന് ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം കേട്ടപ്പോൾ ഞാൻ ഈ ജീവിതം കർത്താവിന് കൈമാറി. വ്യക്തമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എനിക്ക് എല്ലാം തന്നു, ഒന്നിനും കുറവ് വരുത്തിയില്ല. കുട്ടികളുടെ മുമ്പിൽ ഞാൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് വിളങ്ങി. കർത്താവ് എന്നെ ഉയർത്തി. പ്രിൻസിപ്പൽ അച്ഛൻ്റെ ക്ലാസ് കേൾക്കാൻ ക്ലാസ്സിൻ്റെ പുറകിൽ വന്ന് നിൽക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പൊഴുത്തുകയല്ല. കാരണം അന്ന് എല്ലാം മറുപടിയായി എനിക്ക് കർത്താവ് തന്നിരുന്നു. കർത്താവിന് സ്തോത്രം. എല്ലാം തന്നു. എന്നെ ബഹുമാനയുടെ അച്ഛനെന്ത് വാത്സല്യമായിരുന്നു. ഒരു വർഷം കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായിട്ട് എന്നെ നിയമിക്കുകയും ഞാൻ ആ കാര്യം ചുമതല ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് വന്ന പല അധ്യാപകർക്കും അവർക്ക് നിയമന ഓർഡർ കൊടുത്ത് ഞാനാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ സുവിശേഷത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ചിലർ ആക്ഷേപിക്കാൻ തുടങ്ങി, അധ്യാപകർ ചിലർ കളിയാക്കാൻ തുടങ്ങി, കുട്ടികൾ ചിലർ പരിഹസിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്കതൊരു കൂസലുണ്ടായില്ല. കാരണം ഈ തീയിൽ വെന്തതിന് ചൂടുവെള്ളമൊഴിച്ചാൽ ഒരു കുഴപ്പം വരില്ലല്ലോ. ഞാൻ തീച്ചുളയിൽ വെന്തവനായിരുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് തീയിൽ വെന്തവനായിരുന്നു. പരിശുദ്ധാത്മാവിന് തീയിൽ നിറഞ്ഞവനായിരുന്നു. അതുകൊണ്ട് ആരാക്ഷേപിച്ചാലും എന്നെ യേശുകയിൽ നിന്നായി, ആരെല്ലാം പരിഹസിച്ചാലും എന്നെ തൊടുകയിൽ നിന്നായി. ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ വ്യക്തമായും കൃത്യമായും പള്ളിയിൽ പോവുകയും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ, വലമ്പൂർ സെൻറ് മേരീസ് പള്ളിയിൽ, അവിടെ ഇന്ന് ആ പള്ളി പുതുക്കി പണിതപ്പോൾ അതിൻ്റെ ഫ്ലോറിങ് മുഴുവനും ഗ്രാനൈറ്റ് കൊടുത്തത് ഞങ്ങളാണ്, എൻ്റെ കുടുംബമാണ്. കർത്താവിന് സ്തോത്രം. എൻ്റെ ഇളയ മോനാണ് ചെയ്തത്. കർത്താവിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വന്നാൽ, പള്ളിമേടയിൽ വന്നാൽ, അവിടെ പാരിഷ് ഹോമിൻ്റെ ആദ്യത്തെ റൂം മുകളിൽ റൂം എഴുതി വച്ചിരിക്കുന്നത് പ്രൊഫസർ എം വൈ യോഹന്നാൻ എന്നാണ്. പള്ളിക്ക് എല്ലാം കൊടുത്തു. അതുകൊണ്ട് പള്ളിയിൽ നകന്നല്ല നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവിനെ തൊട്ടാൽ ഞാൻ കൂടെ നിൽക്കില്ല, എൻ്റെ കർത്താവിനെ തീർത്താൽ ഞാൻ കൂടെ നിൽക്കില്ല. എനിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങളോട് ഇതേ പറയാനുള്ളൂ. ക്രൂസിൽ മരിച്ച ശേഷം നിങ്ങളോട് ചോദിക്കുന്നു, മക്കളെ, നിങ്ങളുടെ ജീവിതം എനിക്ക് തരുമോ? എൻ്റെ കൈകൾ നിശ്ചലമായി പോയി, മോനെ നിൻ്റെ കൈ എനിക്ക് തരുമോ? എൻ്റെ കാലുകൾ നിശ്ചലമായി പോയി, നിൻ്റെ കാലുകൾ എനിക്ക് തരുമോ? എനിക്ക് നടന്നു പോകണമെന്നുണ്ട്, നിൻ്റെ കാലുകൾ തരാമോ? എനിക്ക് പ്രവർത്തിക്കണമെന്നുണ്ട്, എനിക്ക് ചിലരെ അനുഗ്രഹിക്കണമെന്നുണ്ട്, നിൻ്റെ കൈകൾ തരാമോ? എനിക്ക് ചിലരുടെ കണ്ണുനീര് തുടയ്ക്കണമെന്നുണ്ട്, നിൻ്റെ കൈകൾ തരാമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചോദിക്കുകയാണ്, എനിക്ക് നിൻ്റെ കൈകൾ വേണം, നിൻ്റെ കൈകൾ വേണം, നിൻ്റെ കാലുകൾ വേണം, നിൻ്റെ ഹൃദയം വേണം. ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ നിൻ്റെ ഹൃദയം വേണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ ജീവിതം കൈമാറാം. നല്ല പറ്റിയ അവസരമാണ്. സ്വർഗം തുറന്നിരിക്കുകയാണ്, കൃപയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ജീവിതം കർത്താവിന് കൊടുക്കാം. ഭയപ്പെടേണ്ട. കൊടുത്താൽ നല്ലതാണ്, കൊടുത്താൽ ഭാഗ്യമാണ്, കൊടുത്താൽ വളർച്ചയാണ്, കൊടുത്താൽ ശ്രേഷ്ഠതയാണ്. ഞാൻ കൊടുത്തു നോക്കിയിട്ടാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കൊടുത്തു, അവൻ എന്നെ വളർത്തി. ക്രൂസിൽ പിടഞ്ഞവൻ്റെ കൈകളിലേക്ക് എൻ്റെ ജീവിതം കൊടുക്കാം. കർത്താവേ, നിൻ്റെ കൈകൾ നിശ്ചലമായി, നിൻ്റെ കാലുകൾ നിശ്ചലമായി, നിൻ്റെ നാവ് നിശബ്ദമായി, നിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ഇതാ എന്നെ തന്നെ നിനക്ക് ഞാൻ തരുന്നു. എൻ്റെ കണ്ണുകളിൽ കൂടി നിനക്ക് നോക്കാം, എൻ്റെ കാലുകളിൽ കൂടി നിനക്ക് സഞ്ചരിക്കാം, എൻ്റെ കൈകളിൽ കൂടി നിനക്ക് പ്രവർത്തിക്കാം. യേശുവേ, എൻ്റെ ഹൃദയത്തിൽ കൂടി നിനക്ക് സംസാരിക്കാം. കർത്താവേ, എൻ്റെ നാവിൽ കൂടി നിനക്ക് സംസാരിക്കാം. ഇതാ എന്നെ ഞാൻ നിനക്ക് തരികയാണ്.
മുഴുവനായി വിട്ടു തരികയാണ്. യേശുവേ, മനസ്സറിഞ്ഞ് എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിക്കണമേ. അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ പാവങ്ങളും ക്ഷമിക്കണമേ. ഇനിമേൽ പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാമോ? കർത്താവോട് വാക്ക് പറയാമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ട് കർത്താവിനോട് വാക്ക് പറയാമോ? കർത്താവേ, ഇന്നിതാ ഈ നിസ്സാര ജീവിതം, ഈ ഏറ്റവും നിസ്സാരമായ ജീവിതം, ഈ വിലകെട്ടതായ ജീവിതം നാഥാ അതിൻ്റെ കൈകളിലേക്ക് തരുന്നു. ഇത് വിലയേറിയ ജീവിതമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബജീവിതം ഭദ്രമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുടുംബത്തിലെ ഛിദ്രങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മക്കൾ അനുഗ്രഹീതരായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മക്കളും മക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരുണയുള്ള കർത്താവേ, നീ മനസ്സലിയണമേ, എൻ്റെ പേരിൽ തൃക്കരം വയ്ക്കണമേ, എന്നെ തൊടണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കിപ്പോൾ പറയാം, കർത്താവോട് പറയാം, കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ ആണിപ്പാടുള്ള കരം വയ്ക്കണമേ. എൻ്റെ ശിരസിൽ കരം വയ്ക്കുമ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരത്തിൽ നിന്ന് തിരുരക്തം എൻ്റെ തലമേലൊന്ന് വീഴുമല്ലോ. അത് തലയിൽ നിന്ന് പയ്യെ പയ്യെ ഒലിച്ചിറങ്ങി നെറ്റിയിൽ വന്ന് കുരിശടയാളമായി തീരണമേ. എൻ്റെ നെറ്റിയിൽ നിൻ്റെ കുരിശടയാളം വീഴണമേ, തിരുരക്തത്താലുള്ള കുരിശടയാളം. കർത്താവേ, അങ്ങനെ ഞാൻ അടയാളമുള്ളവനായി തീരണമേ. ദൈവത്തിന് സ്തോത്രം. സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന അടയാളം ഇതാണ്. എൻ്റെ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ രാത്രി എൻ്റെ കർത്താവ് എൻ്റെ ആണിപ്പാടുള്ള കരയിൽ തലമേൽ വയ്ക്കണമേ. എന്നെ നീ അനുഗ്രഹിക്കണമേ നാഥാ, എന്നെ നീ തൊടണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾക്ക് ഇന്നു മുതൽ പുതിയ ജീവിതം നയിക്കാൻ ആഗ്രഹം തോന്നുന്നെങ്കിൽ, ഇന്നു മുതൽ പുതിയ ജീവിതം നയിക്കുമെന്ന് നിങ്ങൾ തീരുമാനമുണ്ടെങ്കിൽ, എങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്താം, ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ പുതിയ ജീവിതം നയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കരങ്ങൾ ഉയർത്തിയാൽ മതി. നിങ്ങൾക്ക് വാസ്തവമായി ഇന്നു മുതൽ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന്, പാവം കൂടാതെ ജീവിക്കുമെന്ന്, ഒരു പാവം വരാതെ എന്നെ തന്നെ ഞാൻ സൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനം ഉണ്ടെങ്കിൽ, എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൻ്റെ പദവി നിങ്ങൾ കിട്ടുകയാണ്. സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾ കിട്ടുകയാണ്. ഏകാന്തത മാറിപ്പോവുകയാണ്. സ്വർഗ്ഗസേനകൾ നിങ്ങൾക്ക് അകമ്പടി സേവിക്കുകയാണ്. യഹോവയുടെ മഹത്വം പിൻപടയായി വരികയാണ്. ദൈവിക മഹത്വം നിങ്ങൾ പുറകെ വരികയാണ്. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും നിങ്ങളെ പിന്തുടരുകയാണ്. ദീർഘകാലം ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുകയാണ്. അനുഗ്രഹങ്ങൾ പെരുകി വരികയാണ്. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ, എങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുകയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഏറ്റുപറയുക, കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സറിയണമേ. എന്റെ യേശുവേ, എന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. എന്റെ കരുണയുള്ള കർത്താവേ, രക്തത്താൽ എന്നെ കഴുകണമേ. എന്റെ യേശുവേ, നിന്റെ ക്രൂശിലെ രക്തത്താൽ എന്നെ പുതുക്കണമേ, എന്നെ പുതുതാക്കണമേ, എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. ഇന്നു മുതൽ യേശുവേ, ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. ഇന്നു മുതൽ യേശുവേ, ഞാൻ നിന്റെ സ്വന്തം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം അട്ടഹസിച്ച് പറയണം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അടിയങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളിവരാൻ പ്രസാദിച്ചതിനായി സ്തോത്രം. നിൻ്റെ ഈ മക്കളെ തൊട്ടതിനായി സ്തോത്രം. തീരുമാനത്തോടെ കരങ്ങളിലൂടെ കയറി പിടിച്ചതിനായി സ്തോത്രം. അപ്പോൾ പുതുജന്മത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരവിനുവേണ്ടി ഈ മക്കളെ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ, പരിശുദ്ധന്മാർ പറന്നു ഉയരുമ്പോൾ ആ കൂടെ പറന്നു വരാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.